വെളുത്ത ലില്ലി പുഷ്പം പിടിച്ച് ഉണ്ണീശോയും കയ്യിലേന്തി നിൽക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ രൂപം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഈ മംഗളവാർത്ത കാലത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അനുസരണത്തെക്കുറിച്ചും ദൈവഹിതത്തോടുള്ള അവിടുത്തെ വിധേയത്തെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ക്രിസ്തുമസ് സന്ദേശങ്ങളിൽ പലപ്പോഴും വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ മാറ്റി നിർത്തപ്പെടുന്ന വിശുദ്ധ ഔസേപ്പിതാവിന് രക്ഷകന്റെ പദവിയിലേക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ കന്യകാമറിയം അപമാനിതയാകാതിരിക്കാൻ വേണ്ടി രഹസ്യമായി അവൾ ഉപേക്ഷിക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. എങ്കിലും അന്ന് രാത്രി ദർശനത്തിലൂടെ ദൈവദൂതൻ വെളിപ്പെടുത്തി കൊടുത്ത രക്ഷാകര പദ്ധതിയിലും ദൈവഹിതത്തിലും വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ അവിടുന്ന് തയ്യാറായി. ദൈവത്തിൻ്റെ വാക്കിനോട് മറുത്തൊന്നും ചൊല്ലിടാതെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഉണ്ണീശോയുടെയും കാവൽക്കാരനും സംരക്ഷകനുമായി അവിടുന്ന് മാറി. മറ്റാരും താൻ കാരണം വേദനിക്കാൻ പാടില്ലെന്നുള്ള വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വെണ്മയേറിയതും നിഷ്കളങ്കവുമായ മനസ്സിനെ സൂചിപ്പിക്കാനാണ് വെളുത്ത ലില്ലി പുഷ്പം വിശുദ്ധൻ്റെ കൈകളിൽ ചിത്രകാരന്മാർ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഉണ്ണീശോ നമ്മുടെ മനസ്സുകളിലേക്ക് വന്നു പിറക്കുന്ന ഈ അവസരത്തിൽ നാം നമ്മെ തന്നെ 25 ദിവസം നോമ്പിലൂടെയും പരിത്യാഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒരുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാം കാരണം മറ്റാരുടെയെങ്കിലും മനസ്സ് വിഷമിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാനും നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് നൽകുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം.